കുറ്റ്യാടി മണ്ഡലത്തിന് പുറത്തുള്ള നൂറുകണക്കിന് പേരെ അനധികൃതമായി UDF നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി കുറ്റ്യാടി മണ്ഡലം LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കുറ്റ്യാടി മണ്ഡലം UDF നേതാക്കൾ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ RDO ഓഫീസിന് മുമ്പിൽ നിന്ന് പത്രക്കാരോട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ യാതൊരു വസ്തുതകളുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയാൻ ശ്രമിച്ചത്. LDF തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് അവരുന്നയിച്ചത്. നാം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി CPIM ഈ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ തിരുവനന്തപുരം മെയിലിലൂടെ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ കോപ്പി നമ്മുടെ കുറ്റ്യാടി ഇലക്ടറൽ ഓഫീസർക്കും കുറ്റ്യാടി നിയോജകമണ്ഡലം ഇലക്ടറൽ ഓഫീസർക്കും കൊടുക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത്, മറ്റു പല സ്ഥലങ്ങളിൽ വോട്ടുള്ള, മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടില്ല, നാദാപുരം വടകര മണ്ഡലങ്ങൾ ഉൾപ്പെടെ വോട്ടുള്ള നിരവധിയായ ആളുകളെ കുറ്റ്യാടി മണ്ഡലത്തിലേക്ക് വോട്ട് ചേർത്തു എന്നുള്ളതാണ്. കുറ്റ്യാടി അസംബ്ലി മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിലും വോട്ടുള്ള ആളുകളെ ഈ മണ്ഡലത്തിൽ തന്നെ വോട്ട് ചേർത്തു. അങ്ങനെ 464 വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മെൻഷൻ ചെയ്തുകൊണ്ട്, ഇന്ന ബൂത്ത് ഇന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരാതിയാണ് സഖാവ് ഷൈജു, ഇപ്പോൾ LDFൻ്റെ കുറ്റ്യാടി അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായ ഷൈജു കൊടുത്തത്. 42 ബൂത്തുകളിൽ ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ വസ്തുതകൾ സഹിതമാണ് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, SIRൻ്റെ പട്ടിക 2026 ജനുവരി 30 വരെയുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് 21/2/26 SIR ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 15 വരെയുള്ള അപേക്ഷകൾ ഫോറം 6, ഫോറം 6A, ഫോറം 7 ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പട്ടിക നാളെ കൊണ്ട് തന്നെ ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പോൾ സ്വാഭാവികമായി ഇപ്പം നമ്മൾ കൊടുത്ത ആക്ഷേപങ്ങൾ ഉൾപ്പെടെ BLOമാർ പരിശോധിച്ച്, വില്ലേജ് ഓഫീസർമാർ പരിശോധിച്ച്, അത് ആബ്സെൻ്റ്, ഡെത്ത്, ഷിഫ്റ്റ്, AST ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായും മാർക്കഡ് കോപ്പി നമ്മുടെ പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കുമ്പോൾ ഈ AST ലിസ്റ്റ് കൂടി കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായി AST ലിസ്റ്റിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക ഡിക്ലറേഷൻ വേണം. ASTൻ്റെ അതിൽ പ്രത്യേക ഒരു ആപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇപ്പോൾ ആരെയും വോട്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ആരെയും ഫോറം 7 ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഞങ്ങൾ. ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് സംബന്ധിച്ചും ഇലക്ഷൻ്റെ പ്രൊസീഡിങ്സിനെ സംബന്ധിച്ചും LDFന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ചുമ്മാ വെറുതെ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാനും അലങ്കോലപ്പെടുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ആരെയും 7 നമ്പർ ഫോറം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ ശേഷം ഡിലീറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണയോടുകൂടിയാണ് ഞങ്ങൾ പരാതിയൊക്കെ തന്നെ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ആളുകളൊക്കെ തന്നെ അനധികൃതമായി മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇവിടെ ചേർത്തു. ഈ മണ്ഡലങ്ങളിൽ മറ്റ് ബൂത്തിലുള്ള ആളുകളെ വോട്ട് ചേർത്തു. അതെല്ലാം തന്നെ AST ലിസ്റ്റിൽ വരും. ആ AST ലിസ്റ്റ് BLOമാരും വില്ലേജ് ഓഫീസറെല്ലാം തന്നെ പരിഗണിച്ച് അത് മനസ്സിലാക്കി, വസ്തുതകൾ മനസ്സിലാക്കി, നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് കൊടുത്തയക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൊടുത്തയക്കുന്ന ലിസ്റ്റിൽ മാർക്കഡ് കോപ്പിയുടെ കൂടെ ഈ AST ലിസ്റ്റും കൊടുക്കും. ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് കാണണമല്ലോ. ഈ ഡബിൾ വോട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാമല്ലോ. ആ നിലയ്ക്ക് തന്നെയാണ് ഈ തെറ്റായി ചെയ്ത BLOമാർ വളരെ ബോധപൂർവം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 42 ബൂത്തുകൾ ഞങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ചു. ബോധപൂർവമാണ്, അവർക്ക് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന് കൂട്ടുനിന്നത്. ഈ വോട്ട് ചേർക്കാൻ മറ്റ് മണ്ഡലങ്ങളിലും ഈ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിലും അത് ഏതറ്റം വരെ നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കോടതിയിൽ ചാലഞ്ച് ചെയ്യും, ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഞങ്ങൾ ഉന്നയിക്കും. ആ നിലയ്ക്ക് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ മാർച്ച് മാസം 12-ാം തീയതിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം RO തഹസിൽദാർ ഓഫീസിൽ വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ
ഏകദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ചാണ് ഞങ്ങളൊരു പരാതി PROയുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അന്ന് പരാതിക്കുമ്പായി ഞങ്ങൾ പറഞ്ഞത്, ഈ മണ്ഡലത്തിനകത്തെ 82-ാം ബൂത്തിൽ 5 പേർ അവിടെ സ്ഥിരതാമസമല്ലാത്ത ആളുകൾ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. അത് BLO റിജക്റ്റ് ചെയ്തു എന്ന് ആദ്യം പറയുകയും പിന്നീട് കൂട്ടിച്ചേർക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ 5 പേരും നാദാപുരം വടകര മണ്ഡലത്തിനകത്ത് ഇന്നേ ബൂത്തിനകത്ത് വോട്ടർമാരാണ് എന്ന് ഞങ്ങൾ EROന് മുമ്പാകെ പറഞ്ഞപ്പോൾ അന്ന് ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രേഖാപരമായി പരാതി നൽകണം. അങ്ങനെ ഒരു തീരുമാനം അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിൽ വെച്ചുണ്ടായി. പിന്നീട് ഞങ്ങൾ നല്ല പരിശോധന എല്ലാ ബൂത്തിനകത്തും നടത്തിയപ്പോൾ ഇത് വളരെ ബോധപൂർവം മറ്റ് സ്ഥലത്ത് വോട്ടുള്ള ആളുകളുടെ വോട്ട് ഇവിടുത്തെ വ്യത്യസ്ത ബൂത്തുകളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 42 അപേക്ഷകൾ 464 ആളുകളുടെ വോട്ട് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി രേഖാപരമായി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനിയും പരിശോധിക്കുമ്പോൾ 100 കണക്കിന് വോട്ടുകൾ ഇങ്ങനെ മറ്റ് മണ്ഡലത്തിൽ നിന്ന് ഇവിടെ കൂട്ടിച്ചേർത്തതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ അപേക്ഷ കൊടുക്കും. ഇന്നിപ്പോൾ UDF ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് ഞങ്ങളെന്തോ ഈ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഇവിടെ UDF നടത്തിയിട്ടുള്ള കളവ് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വെപ്രാളത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങളിത് നിയമപരമായി നേരിടും. ഇങ്ങനെ BLOയെ ഉപയോഗപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്ന് ഈ മണ്ഡലത്തിനകത്ത് മറ്റ് മണ്ഡലത്തിൽ വോട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത നടപടി ഞങ്ങൾ നിയമപരമായി നേരിടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഈ ഒരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഇങ്ങനെ വോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന്. പക്ഷേ അന്ന് കൃത്യമായത് പരിശോധിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് UDF പയറ്റിയ അതേ അടവ് തന്നെയാണ് ഇപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് അവർ നടത്തുന്നത്. പരാജയപ്പെടും എന്ന നല്ല ബോധ്യമുണ്ടാകുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് ചില മണ്ഡലത്തിൽ നിന്നെല്ലാം ആളുകളെ ഇവിടെ വോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത് നിയമപരമായി നേരിടുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ സമയത്ത് നമ്മളെ മുമ്പിൽ മനസ്സിലായിട്ട് പരാതി കൊടുത്ത് തള്ളിയിട്ട് പിന്നെയും ആ അപേക്ഷ BLOൻ്റെ ലോഗിനിൽ വരികയാണ്. അങ്ങനെ വന്നിട്ട് ആ വന്ന ലോഗിനിലേക്ക് വന്ന BLO ആണ് ഈ വിവരം നമ്മളോട് പറയുന്നത്. ഞാൻ തള്ളിയ സാധനം വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഹാൻഡ് ഉപയോഗിച്ച് വീണ്ടും അത് കുത്തി ഇതിനകത്ത് കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പം ഇതുവരെ ഈ എന്താ പറയുക സൂക്ഷ്മ പരിശോധന വരെ ചേർക്കാമല്ലോ, കഴിഞ്ഞ വർഷം വരെ ചേർക്കാമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വന്നതാണത്. നേരത്തെ പറഞ്ഞ ഡേറ്റിന് ശേഷവും വോട്ട് ചേർക്കാം വീണ്ടും വരും. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചൊരു 10-12 അങ്ങനെ വന്നതായിരിക്കുന്നു. അതൊന്നല്ല, ഇപ്പം 1000-നടുത്തേക്ക് ഇത് നീങ്ങുന്നതാണ് തോന്നുന്നത്. അത് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു വോട്ട് ചോരിക്ക് സമാനമായ അവസ്ഥ കുറ്റ്യാടി മണ്ഡലത്തിൽ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഇന്നത്തെ പത്രക്കാരോട് ഇവർ UDFകാർ പറഞ്ഞത് കേന്ദ്രത്തിൽ മോഡിയും ഇവിടെ പിണറായിയുമാണ് ഇങ്ങനെ വോട്ട് അട്ടിമറിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ആരാ അട്ടിമറിക്കുന്നത്? ഞങ്ങളുടെ കയ്യിലിപ്പം ID കാർഡ് നമ്പറുണ്ട്. ഈ 18-24 വയസ്സുള്ള കുട്ടികളുടേതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പബ്ലിഷ് ചെയ്തില്ല. പക്ഷേ ഞങ്ങളെ പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവിടെ വോട്ടുണ്ട്, കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കോപ്പി കൊടുത്തു. ഇവർക്കുണ്ടോ? ഇവർക്കൊന്നും കൊടുത്തിട്ടില്ലേ? അപ്പോൾ പബ്ലിഷ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കാരണം അവരുടെ ഭാവി നശിപ്പിക്കേണ്ട. അവിടെയും വോട്ട് ഇവിടെയും വോട്ട് എന്ന് വരുമ്പോൾ ആരുടെ താല്പര്യമാണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇതിങ്ങനെ 464 പരാതി കറക്റ്റ് രേഖ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ 333 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ആ മണ്ഡലത്തിൽ 464 ഡബിൾ വോട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് ഗൗരവപ്പെട്ട പ്രശ്നമാണ്. ഇന്നിപ്പോൾ കളക്ടർ കാണാൻ പോകുന്നതൊക്കെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന കേട്ടു.
അവരുടെ പ്രതീക്ഷ മുഴുവൻ ഇത് ASD ലിസ്റ്റിലേക്ക് കയറുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തായാലും ഞങ്ങൾ വിടാൻ പോകുന്നില്ല. ബാക്കിയുള്ളതും കൂടെ ഇപ്പോൾ പരിശോധനയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി എല്ലാവരോടും പരിശോധന നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതികളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ASD ലിസ്റ്റിലേക്ക് പെടുത്തിക്കൊണ്ട് ഈ സംഗതി വളരെ ഗൗരവത്തോടെ ഞങ്ങൾ പോകും. ഇത് കുറ്റ്യാടി മണ്ഡലത്തിലെ വോട്ട് ചോരിയുടെ മറ്റൊരു രൂപമാണെന്നുള്ള കടുത്ത ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കണം. അതിൻ്റെ നേതൃത്വം UDF ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. 164 പേർക്കെതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. ഇവരാരും പ്രസ്തുത ഇപ്പോൾ ഉള്ള പട്ടികയിലുള്ള ബൂത്തിൽ സ്ഥിരതാമസക്കാരല്ല. ചില ആളുകൾ എന്താ സ്ഥിതി, ആ പ്രദേശത്തെ അറിയാവുന്ന ആളുകളല്ല, വേറെ ഏതോ കേന്ദ്രത്തിൽ നിന്ന് വന്ന ആളുകളാണ്. ഇപ്പോൾ ലിജീഷൻ നേരത്തെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ, നിങ്ങൾ ആ സമയത്ത് ഇത് കണ്ടില്ലേ എന്നുള്ളത്. കുറ്റ്യാടി മണ്ഡലത്തിൽ റിജക്ട് ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിലാണ് ഞങ്ങളിത് തുടക്കം മുതലേ ജില്ലാ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അനിയന്ത്രിതമായി ഈ മണ്ഡലത്തിലേക്ക് വോട്ട് വന്നപ്പോൾ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ജില്ലാ ഭരണാധികാരിയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണാധികാരി നടപടിയെടുത്തിട്ടുണ്ട്. ഡബിൾ വോട്ട് ഒരു കാരണവശാലും പാടില്ല എന്ന നിലപാട് ഭരണാധികാരി സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിൽ റിജക്ട് ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിലാണ് ഏകദേശം 3500 ചില്ലാനം വോട്ട് കുറ്റ്യാടി മണ്ഡലത്തിൽ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗം. ഇത് തീർത്തും UDF വോട്ടുകളാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രവാസി വോട്ടിൽ 2461 സാധാരണ മറ്റ് വോട്ട് ഫോറം 6 ചേർത്തിട്ടുള്ള 994 ഉൾപ്പെടെ ഉള്ള വോട്ടുകൾ ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്നുകിൽ ഡബിൾ വോട്ടായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ വോട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ ബന്ധു വീട്ടിൽ വോട്ട് ചേർക്കുകയാണ് ഇവിടെ. അതാണ് ഈ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ 21/2/2026 പ്രസിദ്ധീകരിച്ച പട്ടിക വരെയുള്ള ഒരവസ്ഥ. എന്നാൽ 21/2/2026 ശേഷമുള്ള അവസരം കൂട്ടിച്ചേർക്കാൻ അവസരമുണ്ട്. ആ കൂട്ടിച്ചേർക്കാനുള്ള അവസരം എന്ന് പറയുന്നത് നോമിനേഷൻ കൊടുക്കുന്നത് വരെയാണ്, 15-ാം തീയതി വരെ. ആ അവസരം കൃത്യമായിട്ട് പിന്നെയും വിനിയോഗിക്കുകയാണ്. അവിടെയാണ് നിങ്ങളെ കയ്യിൽ തന്ന ലിസ്റ്റ്. നാദാപുരം മണ്ഡലത്തിലുള്ള, വടകര മണ്ഡലത്തിലുള്ള നിരവധി ആളുകളെ കുറ്റ്യാടി മണ്ഡലത്തിലേക്ക്, അതായത് അവിടെ വോട്ടും ഐഡന്റിറ്റി ഞങ്ങൾ തേടി പിടിച്ചു. ഇത് വെറുതെ ഒരു വായ് വർത്താനം കൊണ്ട് പരാതി കൊടുത്താൽ പറ്റൂലല്ലോ. ഇവരുടെ അഡ്രസ്സും പ്രൂഫും കാര്യങ്ങളും ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെ ഞങ്ങൾ തേടി പിടിച്ച് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് തന്ന രേഖ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് കൊടുക്കുന്നതിന് പ്രായമുള്ള ആളുകളൊന്നും എല്ലാം മനസ്സിലായിക്കൊള്ളണം. 18, 19, 24 വയസ്സുള്ള പെൺകുട്ടികളുടെ പേരിലാണ് ഈ കൂട്ടിച്ചേർക്കലുകളൊക്കെ കൊടുക്കുന്നത്. അപ്പം ഇത് നേരത്തെ ഷൈറ്റ് സൂചിപ്പിച്ചല്ലോ. ഈ ഒരു അപാകത ഞങ്ങൾ 12-ാം തീയതി എല്ലാ രാഷ്ട്രീയ പാർട്ടീൻ്റെയും പേരുകളുണ്ട്, ഞങ്ങളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, BJP ഉണ്ട്, ബാക്കി എല്ലാവരും LDFൻ്റെ ആളുകളുണ്ട്. അതിൽ ഞങ്ങൾ മാത്രമേ ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അതിൽ ഒരു പരാതിയില്ല. ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ ഒരു നിലപാടെടുത്തു. എന്താ നിലപാട്? അങ്ങനെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് രേഖാമൂലം തരണം. അങ്ങനെയാണ് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച പരാതി കൊടുക്കുന്നത്. ആ പരാതി എന്താ? അവിടെ നിന്ന് പറഞ്ഞു, ആരോ പറഞ്ഞു ഈ പരാതി ഇനി വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരെ തള്ളാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഇത് ഞങ്ങൾ BLOന് കൈമാറും, ബൂത്തിലേക്ക് കൊടുക്കും. ബൂത്തിൽ നിന്ന് BLO പരിശോധന നടത്തും. പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ആ ബൂത്തിലില്ല എന്ന് BLO രേഖപ്പെടുത്തുന്ന വോട്ടുകൾ ASD ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കും. ASD ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കുന്ന പേരുകൾക്ക് അത്ര പെട്ടെന്ന് വോട്ട് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ കുറേ സങ്കീർണമായ നടപടിക്രമമുണ്ട്. അപ്പോൾ ഈ സങ്കീർണമായ നടപടിക്രമത്തെ നേരിടാൻ പറ്റാത്ത ആളുകൾ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ വോട്ട് ചെയ്യാൻ വന്ന വോട്ടുകളും പിന്നീട് മറ്റ് ഭാവിയിൽ ഏതെങ്കിലും നിയമ നടപടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അപ്പം ഇത് 42 ബൂത്തിൽ അവസാനിക്കുന്നില്ല. ഏകദേശം ഞങ്ങൾ വിചാരിക്കുന്നത് ഏകദേശം ഒരു 100-ലധികം ബൂത്തുകളിൽ ഈ കടന്നുകയറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഈ കടന്നുകയറ്റത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പരാതിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് ആരോ അവിടെ നിന്ന് പറഞ്ഞപ്പോഴും ലീഗുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഒരു പരാതിയില്ല. പിന്നെ ഇവർക്ക് ഇപ്പോഴാ ഇത് നേരെ ബൂത്തിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് ഇവർക്കാകെ പ്രയാസം വന്നത്. ഇത് തമാശ കൊടുക്കുന്നതല്ല പരാതി. ഇതറിയുന്നത് പരാതി കൊടുത്ത് പരാതിൻ്റെ റെസീറ്റ് ഉൾപ്പെടെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പരാതിയുടെ റെസീറ്റിൻ്റെ കോപ്പിയായിരുന്നു. ഒരു സെറ്റ് റെസീറ്റിൻ്റെ കോപ്പി. ആദ്യം കൊടുത്ത 32 പരാതിയുടെ റെസീറ്റ് റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട കോപ്പിയായിരുന്നു. തമാശക്കല്ല ഇത് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ മുന്നോട്ട് പോകും, നിയമപരമായിട്ട് തന്നെ പോകും. ഞങ്ങൾ വരുന്നതോടുകൂടി ഒഴിവായതായതെങ്കിലും നമുക്ക് പുതിയ വോട്ടെന്ന് പറഞ്ഞിട്ട് ആരെ വോട്ടും ചേർക്കാം. ലിജീഷിൻ്റെ വോട്ട് ഇപ്പം കൊണ്ടുപോയിട്ട് നാദാപുരത്തും ചേർക്കാം, കൊയിലാണ്ടിയും ചേർക്കാം. അങ്ങനെ സൗകര്യമുണ്ട്. ഏത് രാജീവ് അതിൽ ഞാൻ പറയാം, 2 ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. അങ്ങനെ ഒരാൾ വോട്ട് ചെയ്താൽ ഇലക്ഷൻ നിയമപ്രകാരം കുറ്റകരമാണ്. എന്താ 2 കുറ്റം നിറയുന്നത്?
ഒരു കുറ്റം അയാളെ പിഴ ചുമത്താം. രണ്ടാമത്തെ എന്തെന്നാ, അയാളെ വോട്ടിങ്ങിൽ നിന്ന് മാറ്റി നിർത്താം. മൂന്നാമത് ഒരു ഇതും കൂടിയുണ്ട്, തടവ് ശിക്ഷയ്ക്ക് വിധേയമാക്കാം. ഇതൊന്നും അറിയാതെ ഏതെങ്കിലും സാധുവിനെ പിടിച്ച് ആടെയും ഇവിടെയും കൊണ്ട് വോട്ട് ചേർക്കാൻ, ഇതൊരു ഓനെ ബോധ്യപ്പെടുത്തണം. ഇത് പോയി തുള്ളുന്നത് അപകടകരമായ അവസ്ഥയിലേക്കാണ് എന്നുള്ളത്. ഈ വോട്ട് ചേർക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ, ചെറിയ പെൺകുട്ടികളുടെ പേരിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഏത് BLOമാർക്ക് ഒരു പങ്കുണ്ടാവാൻ സാധ്യതയില്ല. BLOമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BLOമാർ, അതായത് അതിൽ മറ്റൊരു വശമുണ്ട്. ചില BLOമാർ ശക്തമായി എതിർത്തു. അതായത് നിങ്ങൾ ഇവിടെ വോട്ടുള്ള പല ആളുകളെയും രണ്ടാമത് നിങ്ങൾ ചേർക്കുന്നുണ്ടല്ലോ, അത് പറ്റൂല, ഞാനത് അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അപ്രൂവ് ചെയ്യണം. അപ്പോൾ പിന്നെയും BLO ഇവരോട് BLA ഉണ്ടല്ലോ, നമ്മുടെ BLA. അപ്പോൾ BLAമാർ പറയാണ് ഇത് ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ വോട്ട് ചേർക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ഇത്രയധികം അപേക്ഷ കുറ്റ്യാടി മണ്ഡലത്തിൽ വന്നത്. റിജക്റ്റ് ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യം അത് തന്നെയാണ്. ഏകദേശം 3500-ലധികം അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടാൻ ഇടയാക്കിയ സാഹചര്യവും അനിയന്ത്രിതമായ ഇത്തരത്തിലുള്ള കുത്തിത്തിരികലിന് വിധേയമായതുകൊണ്ടാണ്. ചില BLOമാർ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ശക്തിയുക്തം എതിർത്ത BLOമാർ മുഖേനയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ രേഖകളൊക്കെ തന്നെ സമാഹരിക്കാനൊക്കെ തന്നെ കഴിയുന്നത്. നേരത്തെ ഇവിടെ അല്ലല്ല, ഇതിപ്പോൾ 10-20 കൊല്ലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് എൻ്റെ പ്രദേശത്തു നിന്നേ പോയി കഴിഞ്ഞ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയെ വീണ്ടും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചേർക്കുവാണ്. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ആളെ കൊണ്ടുപോയി ചേർക്കും. നിങ്ങൾക്ക് തന്ന രേഖയില്ലേ? കുറ്റ്യാടി വടകര മണ്ഡലങ്ങളിലെ 5 ആളുകളുടെ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് എടുത്തു തന്നതാണ് ആദ്യത്തെ അപേക്ഷ. 5 ആളുകളെ അതൊരു റിജക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ, അത് ERO റിജക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെയും വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പക്ഷേ അനധികൃതമായ ഈ വോട്ട് തടയും. പട്ടികയിലുള്ള ആർക്കും വോട്ട് ചെയ്യാം. ഇപ്പം 33-ാം ബൂത്ത് കുറ്റ്യാടി മണ്ഡലത്തിലെ 33-ാം ബൂത്തിലെ ഞാൻ TC രമേശ് എന്ന് പറഞ്ഞ, ഞാൻ മണിയൂർക്കാരനാണ്. ഞാൻ പതിയാരക്കരയുള്ള ഞാൻ 33-ാം ബൂത്തിൽ എൻ്റെ പേരുണ്ടെങ്കിൽ എനിക്ക് 33-ാം ബൂത്തിൽ വോട്ട് ചെയ്യാം, എൻ്റെ ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ. അങ്ങനെ കടന്നുകൂടി എന്നെ തള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് അനധികൃതമായി വന്നതാണ്. ഈ 33-ാം ബൂത്തിൽ ഞാൻ മണിയൂർ പഞ്ചായത്തിലെ 214-ാം ബൂത്തിലുള്ള ഞാൻ കുറ്റ്യാടി മണ്ഡലത്തിലെ 33-ാം ബൂത്തിൽ കടന്നുകൂടി. അത് തടയണം എന്നാണ് ഇയാൾ പരാതി. ആ പരാതിനെ ഇവർ ഇങ്ങനെ കോലാഹലം നടത്തി ചോദ്യം ചെയ്തതിന് കൊണ്ടുവന്ന കാര്യമുള്ള ഇത് ഇവരുൾപ്പെടെയുള്ള യോഗം തീരുമാനിച്ച കാര്യമാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ടില്ല. 464 ആളുകൾ അപേക്ഷ കൊടുത്തു. 464 ആളുകൾ ഇനിയും പരിശോധിക്കും. ഇനിയും അപേക്ഷ കൊടുക്കും. ഞാൻ ആ പരിശോധനയില്ല. ഇപ്പോൾ 42 ബൂത്തുകളിലായി, ഒരു ബൂത്തിലല്ല, 42 ബൂത്തുകളിലായി 464 ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ചില ബൂത്തിൽ 5 ആളുണ്ട്, ചിലത് 10 ഉണ്ട്, ചിലത് 12 ഉണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വന്നതോടുകൂടി ആളുകൾ ഒന്നുകൂടി പറ്റി പരിശോധിച്ച് ആരെങ്കിലും ഉണ്ടെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാൾ കൊണ്ട് കുറച്ചുകൂടി പരാതി വരും. അത് നേരെ എന്ത് ചെയ്യും? EROന് കൊടുത്ത് ERO നേരെ BLOന് കൊടുക്കും. BLO ഇതുപോലെ പരിശോധന നടത്തും. അതിലുള്ള ആളുകളെ 10 ആൾ അപേക്ഷ കൊടുത്തു, അതിൽ 8 ആളുകളും ഈ ബൂത്തിൽ ഇല്ലാത്ത ആളുകളാണ്. ആ 8 ആളുകളെയും SC ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ഇവിടെ ചെയ്യും. അതാണ് തീരുമാനം. നാളെ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് അഡീഷണൽ ഷീറ്റാണേ. അതായത് 21/3/2026 പട്ടിക കൊടുത്തു. അതിനുശേഷം കൂട്ടിച്ചേർത്ത ആളുകളുടെ അഡീഷണൽ ലിസ്റ്റാണ് ഇപ്പൊ കൊടുക്കുമെന്ന് പറയുന്നത്. തള്ളിയവരുടെയും കൂട്ടിച്ചേർത്ത ആളുകളുടെ. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.